ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസല്യൂട്ട് അക്കാഡമി. ദ ഹിന്ദു ബേസ്ഡ് വൊക്കാബുലറി അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വേർഡ്. ആദ്യത്തെ വേർഡ് സ്റ്റേൽമേറ്റ് എന്നുള്ളതാണ്. സ്റ്റേൽമേറ്റിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു ഡെഡ് ലോക്കിൽ ചെന്നെത്തുകയാണ്. ബേസിക്കലി എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല, ഇനി മുമ്പോട്ട് അതിനൊരു സൊല്യൂഷൻ ഇല്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെന്ന് എത്തുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? സ്റ്റേൽമേറ്റ് എന്ന് പറയും. ഓക്കെ, സോ ഒരു ചെക്ക്മേറ്റ് എന്നുള്ളൊരു സംഭവമാണ്. സ്റ്റേൽമേറ്റ്, ചെക്ക്മേറ്റ് ഇതൊക്കെ ഒരേ അർത്ഥങ്ങളുള്ളതാണ്. അതേപോലെ ഡെഡ് ലോക്ക് കണ്ടോ, സിമിലർ മീനിങ് ആണ്. So the talks between the two countries ended in a stalemate with neither side willing to compromise. Okay, so ഇന്ത്യ പാകിസ്ഥാൻ പലപ്പോഴും ഇതേപോലത്തെ സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട്. രണ്ട് കൺട്രീസും കോംപ്രമൈസ് ചെയ്യാൻ വില്ലിംഗ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ എത്തിയിട്ട് ഒരു സ്റ്റേൽമേറ്റ് ആവും, ഡെഡ് ലോക്ക് ആവും, മുമ്പോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ് ഹിയർ. സോ അതിൻ്റെ സിനോണിം എന്ന് പറയുന്നത് ഡെഡ് ലോക്ക് ആണ്. ഇംപാസെ അതിൻ്റെ ഇംപാസിൻ സിനോണിം ആണ്. അതിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ റെസൊല്യൂഷൻ. സോ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസൊല്യൂഷൻ കിട്ടുന്നില്ല, അതിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ കിട്ടുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ കിട്ടുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ദ ഫസ്റ്റ് വേർഡ്. ഇനി അടുത്ത വേർഡ് നോക്കാം. അടുത്ത വേർഡ് എന്ന് പറയുന്നത് വെരിറ്റേബിൾ. വെരിറ്റേബിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രതയെ നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ദെൻ വിൽ സേ ദാറ്റ് വി വിൽ യൂസ് ദ വേർഡ് വെരിറ്റേബിൾ. ഓക്കെ, സോ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ട്രൂത്തിനെയോ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയോ എംഫസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വെരിറ്റേബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. അത് മാത്രമല്ല, ചില സമയത്ത് നമ്മൾ എന്താണ് എന്തെങ്കിലും കാര്യം റിയൽ ആണ് അല്ലെങ്കിൽ ജെന്യുവൻ ആണെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പറയും? വെരിറ്റേബിൾ എന്ന് യൂസ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ, ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ബൈ ദ പോലീസ് ഓഫീസർ റിഗാർഡിംഗ് ദ കേസ് വാസ് വെരിറ്റേബിൾ. എന്ന് വെച്ചാൽ ആ പോലീസ് ഓഫീസർ ആ കേസിനെ കുറിച്ച് കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എന്നാണ് റിയൽ ആണ്. ആ രീതിയിൽ നമുക്ക് ഈ വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിൾ നോക്കുക. ദ ലൈബ്രറി വാസ് എ വെരിറ്റേബിൾ ട്രഷർ ട്രോവ് ഓഫ് നോളജ് വിത്ത് ബുക്സ് ലൈനിങ് എവറി വാൾ ലൈക്ക് ഹിഡൻ ജെംസ് വെയിറ്റിംഗ് ടു ബി ഡിസ്കവർഡ്. സോ ഈ ലൈബ്രറി എന്താണ്? ഒരു വെരിറ്റബിൾ ട്രഷർ ട്രോവ് ഓഫ് നോളജ് ആണ്. ബേസിക്കലി നോളജിൻ്റെ സത്യാവസ്ഥ കാണിക്കുന്ന ഒരു ട്രഷറാണ് ഈ പറയുന്ന ലൈബ്രറി. ഓക്കെ, സോ എല്ലാ വാളിലും എന്തെങ്കിലും ജെംസ് ഉണ്ട്. ജെംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അടിപൊളി ബുക്കുകളാണ്. ഓക്കെ, വേൾഡ് ക്ലാസ് ബുക്സ് ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. സോ സിനോണിം എന്ന് പറയുന്നത് ജെന്യുവൻ, ഒത്തൻറ്റിക്, ആൻഡ് ആൻറ്റോണിം എന്ന് പറയുന്നത് ഫാൾസ് ഓർ ഡിസെപ്റ്റീവ്. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറയുന്നത് എലൂസീവ്. ഓക്കെ, എലൂസീവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഏതെങ്കിലും ഒരു കാര്യം പിടിക്കാനോ കണ്ടെത്താനോ, ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ പാടാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ കണ്ടെത്താൻ പാടാണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒരു കാര്യം മനസ്സിലാക്കാൻ പാടാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലൂസീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സംതിങ് ഓർ സംവൺ ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്, ക്യാച്ച്, അണ്ടർസ്റ്റാൻഡ് ഓർ അച്ചീവ്, അതിനാണ് നമ്മൾ എലൂസീവ് എന്ന് പറയുന്നത്. ഡിസ്പൈറ്റ് മന്ത്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ദ ക്രിമിനൽ റിമൈൻഡ് എലൂസീവ്. അതിൻ്റെ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസങ്ങളോളം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടും ക്രിമിനലിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ വേർഡ്സ് പലപ്പോഴും നമ്മൾ ന്യൂസ് പേപ്പറിൽ യൂസ് ചെയ്യുന്നത് ഇന്ന് ന്യൂസ് പേപ്പറിലുള്ള വേർഡ് തന്നെയാണ്. സോ ലെറ്റ്സ് സീ ദ സിനോണിം. സിനോണിം എന്ന് പറഞ്ഞാൽ ഇവേസീവ് ഓർ മിസ്റ്റീരിയസ്. ഇവേസീവ് എന്നാൽ ഇവേഡ് ചെയ്യുക, അറസ്റ്റ് ഇവേഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇവേഡ് ചെയ്യുക, അത് തന്നെയാണ് ഇലൂസീവ് എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെടാതിരിക്കുക. ഓക്കെ, ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? ഒബ്വിയസ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ഓക്കെ, ഫൈൻ. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ ഗാലിംഗ്ലി. ഗാലിംഗ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ എ വേ ദാറ്റ് കോസസ് annoyance, irritation or resentment, often because something seems unfair or provoking. എന്തെങ്കിലും ഒരു ബിഹേവിയർ ഒരാളിൽ അനോയൻസ് ക്രിയേറ്റ് ചെയ്യണം, ഇറിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിസെൻമെൻറ്റ്, എതിർപ്പ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ആ നടക്കുന്ന സംഭവം അൺഫെയർ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പ്രൊവോക്കിംഗ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ കാരണം നമുക്കുണ്ടാകുന്ന റിസെൻമെൻറ്റ്, എതിർപ്പ് അല്ലെങ്കിൽ അനോയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാലിംഗ്ലി എന്ന് പറയുന്നത്, ഗാലിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്ക്. ഹി ഗാലിംഗ്ലി ടുക്ക് ഓൾ ദ ക്രെഡിറ്റ് ഫോർ എ പ്രോജക്ട് ദാറ്റ് വാസ് എ ടീം എഫേർട്ട്. സോ ആ ടീം എഫേർട്ട് ഇട്ടിട്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ചിലപ്പോൾ അതിൻ്റെ മാനേജറോ അല്ലെങ്കിൽ അതിൻ്റെ ലീഡറോ എന്ത് ചെയ്തിട്ടുണ്ടാവും? എല്ലാ എഫേർട്ടിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ റെസൊല്യൂഷൻ്റെ ക്രെഡിറ്റ് ട്രംപ് എടുത്തുകൊണ്ട് പോയില്ലേ? അതുപോലെ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് സംഭവമാണ്. ഓക്കെ, എഫേർട്ട് ഇട്ട് വേറെ ആരെങ്കിലും ആയിരിക്കും, ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകുന്ന വേറെ ആരെങ്കിലും. അവിടെയാണ് ഗാലിംഗ്ലി എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ സിനോണിമാണ് ഇറിറ്റേറ്റിംഗ്ലി, അനോയിങ്ലി. ആൻറ്റോണിം എന്താണ്? പ്ലെസൻ്റ്ലി ആൻഡ് അഗ്രിയബിളി. ഓക്കെ, ലെറ്റ്സ് സീ ദ ലാസ്റ്റ് വേർഡ്, ഇംപാസെ. നമ്മൾ ഇന്ന് പഠിച്ച ഫസ്റ്റ് വേർഡിൻ്റെ സെയിം സിനോണിമാണ് ഇംപാസെ. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ റെസൊല്യൂഷൻ കിട്ടാതെ ഡെഡ് ലോക്ക് ആയി വരുന്ന സിറ്റുവേഷനാണ് ഇംപാസ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് വേർഡിൻ്റെ സിനോണിമിൽ ഇതുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നോക്ക്, ഡെഡ് ലോക്കും സ്റ്റേൽമേറ്റും ആണ് എൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നെഗോഷിയേഷൻസ് റീച്ച്ഡ് ആൻ ഇംപാസെ വെൻ നൈദർ സൈഡ് വുഡ് കോംപ്രമൈസ്. സെയിം നേരത്തെ യൂസ് ചെയ്ത സിമിലർ വേർഡ് തന്നെയാണ്. ഒരു നെഗോഷിയേഷൻ എന്താണ്? ഒരു ഇംപാസിൽ ചെന്നെത്തി, ദാറ്റ് ഈസ് ഡെഡ് ലോക്കിൽ ചെന്നെത്തി. കാരണം രണ്ട് സൈഡും എന്ത് ചെയ്യാനില്ല? കോംപ്രമൈസ് ചെയ്യണില്ല. ആൻഡ് ആൻറ്റോണിം എന്ന് പറയുന്നത് സൊല്യൂഷൻ ബ്രേക്ക് ത്രൂ. നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം കാര്യം തന്നെയാണ്. സോ ഇന്നത്തെ ടോപ്പ് 5 വൊക്കാബ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. നിങ്ങളിതിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ
കമൻറ്റ് സെക്ഷനിൽ ഈ ഓരോ വേർഡിൻ്റെ യൂസേജ് നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ്. ആൻഡ് എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഗ്രാമർ നോക്കണ്ട, ജസ്റ്റ് റൈറ്റ് ഇറ്റ്. ആ വേർഡ്സ് ഓർമ്മ നിൽക്കാനാണ്, അല്ല കാണാപ്പാടം പഠിച്ച വൊക്കാബ്സ് ഓർമ്മിക്കാൻ പറ്റില്ല. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു, ബൈ.